110 ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോളോ. ഇവിടെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അവ്യക്തത എന്ന് പറയുന്നത്, ആരാണ് യഥാർത്ഥത്തിൽ ഈ കല്ലിടാൻ എന്ന് വെച്ചാൽ സർവേ കല്ലല്ല, ഈ കേരളയിലെ ഒരു കല്ലുണ്ടല്ലോ, ഉരുണ്ട അല്പം നീളം കൂടിയ, നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ള സർവേ കല്ലുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കല്ല്. ഈ കല്ല് കൊണ്ടിടാൻ ആരാണ് യഥാർത്ഥത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്? ഏത് നിയമത്തിന്റെ പിൻബലത്തിലാണത്? ഓ, ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. ഒന്നും അറിയാതെയാണോ രാവിലെ കോട്ട് വിട്ടിട്ട് വാർത്ത വായിക്കാൻ വേണ്ടി കയറിയിരിക്കുന്നത്? അല്ല, അതറിയാവുന്ന ആളുകൾക്ക് വിശദീകരിക്കാനാണ് ഈ ചോദ്യം. കഥ പൊതിക്കാൻ പാടുണ്ടോ? അല്ലല്ല, അത് അറിയാവുന്ന ആളുകൾക്ക് വിശദീകരിക്കാനാണ് ഈ ചോദ്യം. അല്ല, അങ്ങനെ പറയണ്ട. അല്ല, അങ്ങനെ ഇങ്ങനെയുള്ള മറുപടികൾക്ക് അങ്ങനെയേ പറയാൻ പറ്റൂ. എന്താ മനസ്സിലായില്ല? അല്ല, ഇങ്ങനെയുള്ള മറുപടികൾക്ക് ഇതൊന്നും അറിയാത്തത് കൊണ്ടാണോ ചോദിക്കുന്നത് എന്നുള്ള മറുപടികൾക്ക് അങ്ങനെയേ പറയാൻ പറ്റൂ. ശ്രീ റഹീം, താങ്കൾ പറഞ്ഞോളൂ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. അല്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ പറയാൻ പറ്റുന്നത് കേൾക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. എന്റെയും നിങ്ങളുടെയും ഇഷ്ടത്തിനപ്പുറത്ത് പ്രേക്ഷകരുടെ താല്പര്യവും തീർച്ചയായും അത് തന്നെയാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളോ പറയാനല്ലല്ലോ ശ്രീ റഹീം ഞാനും താങ്കളും ഇവിടെ ഇരിക്കുന്നത്. താങ്കൾക്ക് താങ്കളുടെ പാർട്ടിയുടെ സർക്കാരിന്റെ നയവും നിലപാടും പറയാനുണ്ടാകും. എനിക്കിതിൽ അവ്യക്തതയുള്ള ചില ചോദ്യങ്ങളുണ്ട്. അത് താങ്കളോട് വളരെ നേരിട്ട് ഡയറക്റ്റായി സിമ്പിളായി മനസ്സിലാവുന്ന രൂപത്തിൽ ചോദിച്ചപ്പോൾ താങ്കൾ ഇതൊന്നും അറിയാതെയാണോ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊരു മറുപടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ അടുത്ത് കേട്ടോ. അതെ, ഈ പറഞ്ഞതിനോട് എനിക്ക് പ്രതികരിക്കാനുണ്ട്. ഞാൻ എന്റെ പാർട്ടിയുടെ നിലപാട് പറയാൻ വന്നിരിക്കുന്നു, യാതൊരു സംശയമില്ല. നിങ്ങൾ വന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ നിലപാട് പറയാനാണ്. അതാണ് പ്രശ്നം. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. അത് താങ്കളുടെ തോന്നലാണ്. അതായത് കോൺഗ്രസിന്റെ നിലപാട് പറയാനാണ് എന്നുള്ളതൊക്കെ ഒരു സർക്കാരാണ്. ഭരിക്കുന്ന സർക്കാരിനോട് ഒരു വിശാലമായ പദ്ധതി, ബൃഹത്തായ ഒരു പദ്ധതി അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുന്ന ജനങ്ങൾക്ക് ഒട്ടേറെ ചോദ്യങ്ങൾ ഉണ്ടാകും. അത് സർക്കാരിനോട് തന്നെയാണ് ചോദിക്കുക. മാധ്യമങ്ങൾക്കും ആ ചോദ്യങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമായും ഉണ്ടാകും. അതൊരു പക്ഷേ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളാണോ, അല്ലെങ്കിൽ പ്രതിപക്ഷം ചോദിക്കുന്നത് പോലെയാണോ, കോൺഗ്രസ് ചോദിക്കുന്ന പോലെയാണോ, BJP ചോദിക്കുന്ന പോലെയാണോ എന്നൊക്കെ നോക്കി നമുക്ക് പാർട്ടിയെ അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ പാർട്ടിയുടെ ചായ്വ് അടിച്ചേൽപ്പിക്കാനോ ഒക്കെ നിന്നാൽ എത്ര ചോദ്യങ്ങൾക്ക് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്തു പോകേണ്ടി വരും ശ്രീ റഹീം. ഇവിടെ ഇപ്പോ അടിസ്ഥാനപരമായ കുറെ ചോദ്യങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സർക്കാരിന്റെ എതിർപ്പൊന്നുമില്ലല്ലോ. അങ്ങനെയുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഏത് ഉത്തരവിന്റെ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആരാവശ്യപ്പെട്ടിട്ടാണ് ഈ കല്ലിടുന്നത്? ഒരു അവ്യക്തത അതിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. മുതലും പലിശ ചേർത്ത്